ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. +2 കൊമേഴ്സിലെ അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ പാർട്ണർഷിപ്പ് എന്താണെന്നും പാർട്ണർഷിപ്പിന്റെ ബേസിക് ആയിട്ടുള്ള ചില കോൺസെപ്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതൊരു ലൈവ് ക്ലാസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ വീഡിയോ കണ്ടാൽ പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ബിഗിനിങ് ടു എൻഡ് നിങ്ങൾക്ക് വളരെ വേഗം അത് മനസ്സിലാക്കാനും പരീക്ഷയ്ക്ക് വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും നിങ്ങളെ സഹായിക്കുന്ന ഒരു ക്ലാസ്സാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും ഈ ക്ലാസ് കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ ചോദ്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവസാനം ഞാൻ ക്വസ്റ്റ്യൻ ബാങ്കും കൂടെ ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്കിത് വളരെയേറെ പ്രയോജനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ ലൈവ് ക്ലാസ് ആയിട്ടുള്ള പാർട്ണർഷിപ്പിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ണേഴ്സ് ആണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡും അതിന്റെ റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡും പഠിപ്പിച്ചിരുന്നു. ഇന്ന് ഞാൻ അതിന്റെ അക്കൗണ്ടിങ് ആസ്പെക്ട്സുകൾ ആരംഭിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ഒരു പാർട്ണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം പാർട്ണർഷിപ്പിന്റെ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അഡ്മിഷന്, റിട്ടയർമെന്റ്, ഡെത്ത്, ഈ 3 കാര്യങ്ങളാണ്. ഒപ്പം തന്നെ നമുക്ക് പിന്നെ പഠിക്കാനുള്ള ഡിസൊല്യൂഷൻ. ഈ പറഞ്ഞിരിക്കുന്ന 4 കേസുകളിലും നിർബന്ധം പ്രിപ്പയർ ചെയ്യേണ്ട ഒരു അക്കൗണ്ടാണ് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് അഥവാ പാർട്ണേഴ്സിന്റെ ഇൻഡിവിജ്വൽ അക്കൗണ്ട്. അപ്പൊ ഈ പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണ്, അതിനകത്ത് വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ് ഐറ്റംസ് റെക്കോർഡ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് വളരെ ഷോർട്ട് കട്ടായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ണേഴ്സ്. ഒരു പാർട്ണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ണർഷിപ്പിൽ എത്ര പാർട്ണേഴ്സ് ഉണ്ടോ അവർ ഓരോരുത്തർക്കും നമ്മൾ ഓരോ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഈ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ there are 2 methods for the preparation of capital accounts of partners. ഒരു പാർട്ണർഷിപ്പിനകത്ത് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 മെത്തേഡുകളാണുള്ളത്. They are number 1 fluctuating capital method and number 2 fixed capital method. അങ്ങനെ 2 മെത്തേഡുകളാണ് നമുക്കുള്ളത്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും അതുപോലെ തന്നെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും. അപ്പം എന്താണ് ഈ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് ചോദിച്ചാൽ, ഫ്ലക്ച്വേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് തന്നെ നമുക്കറിയാം, ചേഞ്ച് ചെയ്യുക എന്നാണ്. ഇവിടെ പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് സമയാസമയങ്ങളിൽ ചേഞ്ച് ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ചേഞ്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനതൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഇവിടെ എയും ബിയും എന്ന് പറയുന്ന 2 പാർട്ണേഴ്സ് ഒരു പാർട്ണർഷിപ്പിലുണ്ട്. ആ പാർട്ണർഷിപ്പിലേക്ക് എയും ബിയും 50,000 രൂപ വീതം കൊണ്ടുവന്നാണ് ആ പാർട്ണർഷിപ്പ് ആരംഭിച്ചത്. അപ്പൊ തീർച്ചയായും അവരുടെ ഇൻഡിവിജ്വൽ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് അവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ 50,000 രൂപ വീതം കാണിക്കും. അപ്പം ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ 50,000 രൂപ വീതമുണ്ട്. ഇവര് ബിസിനസ് ഒക്കെ ചെയ്തു. ഒരു വർഷത്തിനിടയ്ക്ക് വെച്ച് അവർക്ക് പല ബെനിഫിറ്റുകൾ കിട്ടാൻ തുടങ്ങി. അപ്പൊ ഈ ബെനിഫിറ്റുകളെല്ലാം അവർക്ക് നേരിട്ട് കൊടുക്കുന്നതിന് പകരം അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ എയും ബിയും കൂടെ ബിസിനസ് ചെയ്തു. ഒരു വർഷത്തിന്റെ അവസാനമായപ്പോഴത്തേക്ക് എക്ക് ഒരു 10,000 രൂപ സാലറി കിട്ടിയെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പൊ എക്ക് 10,000 രൂപ സാലറി കിട്ടിയെങ്കിൽ എയെ സംബന്ധിച്ചിടത്തോളം ആ 10,000 രൂപ ഇൻകം ആയതുകൊണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട്, ഇൻകം ആയതുകൊണ്ട് അത് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ 10,000 രൂപ സാലറി എഴുതി. ബിക്ക് 5,000 രൂപ കമ്മീഷൻ കിട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബിയെ സംബന്ധിച്ചിടത്തോളം അത് ബെനിഫിറ്റ് ആണ്. അപ്പൊ ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്തു, 5,000 രൂപ കമ്മീഷൻ എഴുതി. ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന 50,000 രൂപയുടെ കൂടെ ഇപ്പൊ സാലറി 10,000 രൂപ വന്നപ്പോ എക്ക് 60,000 രൂപയായി, ബിക്ക് ഇപ്പൊ 55,000 രൂപയായി കമ്മീഷൻ വന്നപ്പോ വീണ്ടും അവര് ബിസിനസ് ചെയ്യുന്നതിന്റെ അവസാന ഘട്ടത്തില് ഒരു വർഷത്തിന്റെ അവസാനമായപ്പോ അവർ കൊണ്ടുവന്ന ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടിയെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അവർക്ക് 5%, 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടിയാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അവരുടെ ബെനിഫിറ്റ് ആണ്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. അതുകൊണ്ട് അതും അവർ ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ ക്യാപിറ്റൽ ബാലൻസ് വീണ്ടും കൂടി. അപ്പൊ സാലറി അഡ്ജസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ക്യാപിറ്റൽ ബാലൻസ് ചേഞ്ച് ചെയ്തു. ഇപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ക്യാപിറ്റൽ ബാലൻസ് ചേഞ്ച് ചെയ്തു. ഇനി അവരെന്താ ചെയ്ത, ഈ പറഞ്ഞിരിക്കുന്ന കൊണ്ടുവന്ന ക്യാപിറ്റലിൽ നിന്ന് ഒരു ഭാഗം അവർ പിൻവലിച്ചു. ഡ്രോയിങ്സ് ആണ്. അപ്പൊ ക്യാപിറ്റൽ കുറയേണ്ട ഐറ്റമാണ്. ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്യാപിറ്റൽ കുറയേണ്ട ഐറ്റം ആയതുകൊണ്ട് അത് ഡ്രോയിങ്സ് നമ്മൾ ഡെബിറ്റ് ചെയ്തു. അപ്പൊ 10,000 രൂപ വിഡ്രാ ചെയ്താൽ
ഇപ്പൊ ഈയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന 60,000 രൂപയിൽ നിന്ന് 10,000 രൂപ വിഡ്രാ ചെയ്തപ്പം ബാലൻസ് 50,000 രൂപയായി ചേഞ്ച് ചെയ്തു. ഇനി ഈ കൊണ്ടുവന്ന ഡ്രോയിങ്സ്, എടുത്തുകൊണ്ട് പോയ ഡ്രോയിങ്സിന് ഒരു നിശ്ചിത ശതമാനം ഇൻട്രസ്റ്റ് വന്നു എന്നിരിക്കട്ടെ, അതും ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. കാരണം ഫേമിന് അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വീണ്ടും കുറഞ്ഞു. ഇനി പാർട്ട്നേഴ്സിന് ഒരു വർഷത്തിന്റെ അവസാനം പ്രോഫിറ്റ് ഷെയർ ചെയ്തപ്പോഴത്തേക്ക് പ്രോഫിറ്റിന്റെ ഒരു ഷെയർ കിട്ടിയെന്ന് നിങ്ങൾ സങ്കല്പിക്കുക, അതും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. അങ്ങനെ പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട ചില ഐറ്റംസ് ആ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട്, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ സമയാസമയങ്ങളിൽ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഈ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്നാണ്. അപ്പം എന്താണ് ഈ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അണ്ടർ ദിസ് മെത്തേഡ് the capital balance of the partners will change time to time. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് സമയാസമയങ്ങളിൽ ചേഞ്ച് ചെയ്യും ഈ മെത്തേഡ് അനുസരിച്ച്. അപ്പൊ എന്തുകൊണ്ട് ചേഞ്ച് ചെയ്യുന്നു? ബിക്കോസ് ഓൾ ദ അഡ്ജസ്റ്റ്മെന്റ്സ് ഇൻ കണക്ഷൻ വിത്ത് പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് പ്രോഫിറ്റ്, ആ ഐറ്റമാണ്. ദീസ് ഐറ്റംസ് ആർ അഡ്ജസ്റ്റഡ് ഇൻ ദ സെയിം അക്കൗണ്ട്. ഇതെല്ലാം ഒരു അക്കൗണ്ടിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഈ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ എന്താണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ? അണ്ടർ ദിസ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് the capital account balance of the partners will change time to time because all the items in connection with the partner's salary, partner's commission, interest on capital, drawings, interest on drawings, share of profit, etc. are adjusted in the same account. ഇതെല്ലാം നമ്മൾ ഒരു അക്കൗണ്ടിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിന്റെ ബാലൻസ് സമയാസമയങ്ങളിൽ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഈ മെത്തേഡിനെ വിളിക്കുന്ന പേര് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്നാണ്. അപ്പൊ ഇതാണ് ഒരു മെത്തേഡ് എന്ന് നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണ്. അപ്പൊ എന്താ ഈ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്? ഈ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ചേഞ്ച് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ഇവിടെ എപ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നത്? ക്യാപിറ്റൽ കൊണ്ടുവന്നു, ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് വരെ ക്യാപിറ്റൽ ബാലൻസിൽ ഒരു ചേഞ്ചും ഇല്ല. സി അണ്ടർ ദ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് the capital account balance of the partners will not change time to time until the additional capital is contributed by the partner. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് വരെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ യാതൊരു ചേഞ്ചും ഇല്ല എങ്കിൽ ദ ക്യാപിറ്റൽ റിമെയിൻ ഫിക്സഡ്. ആ ക്യാപിറ്റൽ ഫിക്സഡ് ആണ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്നാണ്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട പാർട്ട്നേഴ്സിന്റെ ഐറ്റംസ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിന്റെ സാലറി, പാർട്ട്നേഴ്സിന്റെ കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതുപോലെ തന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റ്, ദീസ് ആർ നോട്ട് അഡ്ജസ്റ്റഡ് ഇൻ ദ സെയിം അക്കൗണ്ട്. ഇതൊന്നും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. പകരം അനദർ അക്കൗണ്ട് കാൾഡ് പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ട്, ഇതിന് നമ്മളൊരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ റിമെയിൻ കോൺസ്റ്റന്റ്. അത് ക്യാപിറ്റൽ അക്കൗണ്ട് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഈ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പൊ രണ്ട് മെത്തേഡ് മനസ്സിലായല്ലോ. അപ്പൊ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഈ ക്യാപിറ്റൽ അക്കൗണ്ട് ചേഞ്ച് ചെയ്യുന്നില്ല. ബിക്കോസ് ഓൾ ദ ഐറ്റംസ് അഡ്ജസ്റ്റഡ് ഇൻ അനദർ അക്കൗണ്ട് കാൾഡ് കറന്റ് അക്കൗണ്ട്. അത് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ല അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതെല്ലാം പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലേക്ക് മാറ്റുന്നത് കൊണ്ട് ഈ അക്കൗണ്ട് നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ ഈ മെത്തേഡിനെ വിളിക്കുന്ന പേര് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്നാണ്. അപ്പൊ ഈ രണ്ട് മെത്തേഡ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും. Under the fluctuating capital method, the capital account balance of partners will not change time to time because all the adjustments in connection with partner's salary, partner's commission, interest on capital, drawings, interest on drawings, share of profit, etc. are adjusted in the same account. അതെല്ലാം സെയിം അക്കൗണ്ടിൽ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. But under the fixed capital method, the capital account balance will not change time to time because all the adjustments in connection with the partner's salary, partner's commission, interest on capital, drawings, interest on drawings, share of profit, etc. are adjusted in another account called partner's current account. അത് വേറൊരു അക്കൗണ്ടിലാണ് ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളത്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്നാണ്. ഇവിടെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത ഇതാണ്: ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ ആൻഡ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഞാനിവിടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊന്ന് സ്ട്രെസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ എന്താണ് തങ്ങളുടെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ്. അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്
ദ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് വിൽ ചേഞ്ച് ടൈം ടു ടൈം. ഈ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റലിന്റെ ബാലൻസ് ചേഞ്ച് ചെയ്യും. എന്നാൽ അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. അതാണ് ഒന്നാമത്തെ കേസ്. അപ്പൊ ഡിഫറൻസ് മനസ്സിലായല്ലോ. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് സമയാസമയങ്ങളിൽ ചേഞ്ച് ചെയ്യും. അതേസമയം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണെങ്കിൽ ക്യാപിറ്റലിന്റെ ബാലൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ഒന്നാമത്തെ കേസ് എന്ന് നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമുക്ക് ഒരു അക്കൗണ്ട് മാത്രമേ ഉള്ളൂ, ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ രണ്ട് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യണം. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, മറ്റൊന്ന് കറണ്ട് അക്കൗണ്ട്. അതാണ് അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരു അക്കൗണ്ട് മാത്രമേ ഉള്ളൂ, ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമുക്ക് രണ്ട് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യണം. അതേതൊക്കെയാ? ക്യാപിറ്റൽ അക്കൗണ്ടും അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. അതാണ് രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് നമ്മൾ പറഞ്ഞത്. ഇനി മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും സെയിം അക്കൗണ്ടിൽ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഏതൊരു അഡ്ജസ്റ്റ്മെന്റ് വന്നാലും ഒരു അക്കൗണ്ടിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ പാർട്ണേഴ്സുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത് കറണ്ട് അക്കൗണ്ടിലാണ്, അല്ലാതെ ക്യാപിറ്റൽ അക്കൗണ്ടിലല്ല. ഇതാണ് മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഏതൊക്കെ നമ്മൾ പറഞ്ഞ? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റലിന്റെ ബാലൻസ് ചേഞ്ച് ചെയ്യും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റലിന്റെ ബാലൻസ് കോൺസ്റ്റന്റ് ആണ്. രണ്ടാമത്തെ കേസ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരു അക്കൗണ്ട് മാത്രമേ നമ്മൾ പ്രിപ്പയർ ചെയ്യൂ. എന്നാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ രണ്ട് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. ഇനി മൂന്നാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞു ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ പാർട്ണേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും അഡ്ജസ്റ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ്. എന്നാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ പാർട്ണേഴ്സുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം കറണ്ട് അക്കൗണ്ടിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി നാലാമത്തെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിൽ ഒരു അക്കൗണ്ട് മാത്രമേ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ പ്രസന്റ് ചെയ്യത്തുള്ളൂ. ബാലൻസ് ഷീറ്റിൽ ഒരു അക്കൗണ്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അപ്പിയർ ചെയ്യത്തുള്ളൂ. എന്നാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടും അപ്പിയർ ചെയ്യും, അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ടും വരും. അത് വലിയ ഡിഫറൻസ് ആണ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബാലൻസ് ഷീറ്റില് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ അപ്പിയർ ചെയ്യൂ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡില്. എന്നാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണെങ്കിൽ കറണ്ട് അക്കൗണ്ടും വരും, അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടും വരും. ഇതാണ് വളരെ പ്രധാനപ്പെട്ട 4. ഇനി നമുക്കറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം, എങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാമെന്നാണ്. അപ്പോൾ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിവിടെ ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഫോം നമുക്ക് തന്നിട്ട് ആ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എങ്ങനെയാണ് ഐറ്റംസ് എഴുതുന്നതെന്ന് വളരെ വ്യക്തമായി നിങ്ങൾക്ക് പറയും. അത് കഴിഞ്ഞിട്ട് ഇതിലൂടെ തന്നെ ഞാൻ അതിന്റെ എക്സാമ്പിൾ ചെയ്ത് കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അത് മനസ്സിലാവും. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ സാധാരണ ഒരു അക്കൗണ്ട് വരച്ചു, 2 സൈഡുകളുണ്ട്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തപ്പോഴത്തേക്ക് സോൾ ട്രേഡർ ഫൈനൽ അക്കൗണ്ട് പഠിച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. അവിടെ സോൾ ട്രേഡർ ക്യാപിറ്റൽ എത്രയാണോ ആ ക്യാപിറ്റലിനോടൊപ്പം നമ്മൾ കൂട്ടുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ കൂട്ടും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ കൂട്ടും. ഇത് 2 ഐറ്റവും നമ്മൾ കൂട്ടും. അതിൽ നിന്ന് കുറയ്ക്കുന്ന 2 ഐറ്റംസേ ഉള്ള. അതേതൊക്കെയെന്ന് ചോദിച്ചാൽ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ആണ്. പ്രധാനമായും ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുന്ന 2 ഐറ്റംസ് ഡ്രോയിങ്സും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സുമാണ്. ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെയും ചെയ്യാം. ഒരു പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അയാൾ കൊണ്ടുവന്ന ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും, ബാലൻസ് ബ്രോ ഡൗൺ ആയിട്ട് കാണിക്കും. നമ്മളെ ഫോമിനകത്ത് നോക്കുക നിങ്ങൾ, അതിനകത്ത് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് കാണിക്കും. അല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങിയ ബിസിനസ് ആണെങ്കിൽ ക്യാഷ് കൊണ്ടുവന്ന ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ എന്നുള്ളതിന് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് കാണാൻ പറ്റും നമുക്ക്. അപ്പൊ ഇവിടെ ക്രെഡിറ്റിലാണ് അവിടെ കിടക്കുന്ന ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ലയബിലിറ്റി ആയതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതിയത് കൊണ്ട് ഇനി നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ റൂൾ അറിയാം. ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണമെങ്കിൽ ആ ക്രെഡിറ്റ് ചെയ്യും തോറും എന്ത് ചെയ്യും? ബാലൻസ് കൂടും. ഡെബിറ്റ് ചെയ്യും തോറും കുറയും. അതാണല്ലോ റൂള്. ഏതെങ്കിലും ഒരു അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും തോറും കൂടും, ഡെബിറ്റ് ചെയ്യും തോറും കുറയും. ഇവിടെ ഞാൻ നേരത്തെ ക്യാപിറ്റൽ അക്കൗണ്ട്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് ഐറ്റംസ് പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. 6 ഐറ്റംസ് ആണ് ഇവിടെ പാർട്ണേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതേതൊക്കെയെന്ന് ചോദിച്ചാൽ, 1 പാർട്ണേഴ്സിന്റെ സാലറി, 2 പാർട്ണേഴ്സിന്റെ കമ്മീഷൻ, 3 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, 4 ഡ്രോയിങ്സ്, 5 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, 6 ഷെയർ ഓഫ് പ്രോഫിറ്റ്. അപ്പൊ ഈ 6 ഐറ്റം നിങ്ങൾ മനസ്സിൽ വെക്കുക. പാർട്ണേഴ്സിന്റെ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന 6 ഐറ്റംസ് നിങ്ങൾക്ക് മനസ്സിലായി കാണണം. പാർട്ണേഴ്സിന്റെ സാലറി,
പാർട്ണേഴ്സിന്റെ കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് പ്രോഫിറ്റ്. എന്നിട്ടാ ഈ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യും തോറും കൂടുമല്ലോ, പാർട്ണേഴ്സിന് കിട്ടേണ്ട ബെനിഫിറ്റുകളെല്ലാം നമ്മൾ കൂട്ടണം. പാർട്ണേഴ്സിന് കിട്ടേണ്ട ബെനിഫിറ്റുകളെല്ലാം കൂട്ടണം. പാർട്ണേഴ്സിന്റെ ക്യാപിറ്റലിൽ കുറയേണ്ട ഐറ്റം നമ്മൾ ഡെബിറ്റ് ചെയ്യണം. നമുക്കറിയാം പാർട്ണേഴ്സിന്റെ ക്യാപിറ്റലിൽ കുറയുന്ന ഐറ്റം രണ്ടേ ഐറ്റമേ ഉള്ള. ഈ 6 ഐറ്റത്തിൽ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും മാത്രമേ ഡെബിറ്റ് ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ ക്യാപിറ്റലിൽ കുറയേണ്ട ഐറ്റംസ് ഡെബിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഡെബിറ്റ് ചെയ്തു. ബാക്കി പാർട്ണേഴ്സിന്റെ സാലറി, പാർട്ണേഴ്സിന്റെ കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഈ 4 ഐറ്റം നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ശരിയല്ലേ? അങ്ങനെയല്ലേ വരേണ്ടത്? പാർട്ണേഴ്സിന്റെ ക്യാപിറ്റലിന്റെ ബാലൻസിനോടൊപ്പം പാർട്ണേഴ്സിന് സാലറി കിട്ടി, ബെനിഫിറ്റ് ആണ് കൂട്ടണം. പാർട്ണേഴ്സിന് കമ്മീഷൻ കിട്ടി, അദ്ദേഹത്തിന് ബെനിഫിറ്റ് ആണ് കൂട്ടണം. പാർട്ണേഴ്സിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് ബെനിഫിറ്റ് ആണ് കൂട്ടണം. അതുപോലെ തന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടി, ഇൻകം ആണ് കൂട്ടണം. അപ്പൊ ഈ 4 ഐറ്റം നമ്മൾ കൂട്ടി. ഇനി ക്യാപിറ്റലിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതാണല്ലോ, ഡ്രോയിങ്സ് കുറയണം, അതിന്റെ ഇൻട്രസ്റ്റും കുറയണം. അങ്ങനെ ഒരു പാർട്ണറെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡില് നമ്മൾ ഈ കണ്ട കണക്ക് അതിനകത്ത് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, പാർട്ണേഴ്സ് സാലറി, പാർട്ണേഴ്സ് കമ്മീഷൻ, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഡെബിറ്റ് സൈഡിൽ നമുക്ക് എന്താ വന്നേക്കുന്ന ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സുമാണ്. ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫോം എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കണ്ടല്ലോ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊരു ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ ഫോം ആണെങ്കിൽ ഒരു ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ എങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 അക്കൗണ്ടുകളുണ്ട്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഒരു ക്യാപിറ്റൽ അക്കൗണ്ടും പിന്നെ ഒരു കറണ്ട് അക്കൗണ്ടുമാണ്. അപ്പൊ ഈ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ക്യാപിറ്റലിന്റെ ബാലൻസ് മാത്രം ക്യാപിറ്റൽ അക്കൗണ്ട് ഇടും. ഇനി എപ്പോഴാണോ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് ആ ക്യാപിറ്റലും കൂടെ അതിനകത്തേക്ക് എഴുതും. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് വരെ അതിനകത്ത് ക്യാപിറ്റൽ ബാലൻസ് മാത്രമേ കാണത്തുള്ളൂ. പിന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഏതൊക്കെ? പാർട്ണേഴ്സിന്റെ സാലറി, പാർട്ണേഴ്സിന്റെ കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഇതെല്ലാം നമ്മൾ കറണ്ട് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യും. അവിടെയും നമ്മൾ കറണ്ട് അക്കൗണ്ടിലും എന്ത് തന്നെയാണ്, നമ്മൾ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഡെബിറ്റ് ചെയ്തിട്ട് ബാക്കി ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നതാ. അപ്പൊ ക്യാപിറ്റൽ ഒഴിച്ച് ബാക്കി എല്ലാം നമ്മൾ ഈ കറണ്ട് അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ അതിന്റെ ഫിക്സഡ് ക്യാപിറ്റലിന്റെ ഫോം കിട്ടും. അപ്പൊ അവിടെ ക്യാപിറ്റൽ അക്കൗണ്ടും വേണം, നമുക്ക് കറണ്ട് അക്കൗണ്ടും വേണം. അങ്ങനെ അവിടെ 2 അക്കൗണ്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്തു. നിങ്ങൾ ആ ഫോമിൽ നോക്കിയാൽ മനസ്സിലാവും. ആ ഫോമിൽ കിടക്കുന്നത് അങ്ങനെയല്ലേ? ഈ ഫോമിൽ അങ്ങനെയല്ലേ കിടക്കുന്നത്? അപ്പൊ അതാണ് അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ്. നമുക്ക് ഒരു കാര്യം കൂടെ പഠിച്ചിട്ട് വേണം ഒരുമിച്ച് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് നമുക്ക് ക്യാപിറ്റലിന്റെ ബാലൻസ് എഴുതി, പാർട്ണേഴ്സ് സാലറി എഴുതി, കമ്മീഷൻ എഴുതി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതി, ഡ്രോയിങ്സ് എഴുതി, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതി. പിന്നെ അവർ തന്നിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നേക്കുന്ന യഥാർത്ഥ പ്രോഫിറ്റ് അല്ല എന്നിരിക്കട്ടെ. അവരൊരു പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, അവർ തന്നിരിക്കുന്ന യഥാർത്ഥ പ്രോഫിറ്റ് അല്ല എന്നിരിക്കട്ടെ. അങ്ങനെ യഥാർത്ഥ പ്രോഫിറ്റ് അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന പാർട്ണേഴ്സിന്റെ സാലറിയോ പാർട്ണേഴ്സിന്റെ കമ്മീഷനോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാത്ത പ്രോഫിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ ആ പ്രോഫിറ്റ് നമുക്ക് പാർട്ണേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിട്ടിയ പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഇനിയും അപ്രോപ്രിയേറ്റ് ചെയ്യാനുണ്ട്, ഇനിയും അതിൽ നിന്ന് കുറയ്ക്കാനുണ്ട്. അപ്പൊ യഥാർത്ഥ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ തന്നിരിക്കുന്ന പ്രോഫിറ്റ് യഥാർത്ഥ പ്രോഫിറ്റ് അല്ല. അങ്ങനെ യഥാർത്ഥ പ്രോഫിറ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താ, ഈ തന്നിരിക്കുന്ന പ്രോഫിറ്റ് അത് വെച്ചുകൊണ്ട് നമ്മൾ യഥാർത്ഥ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം, റിയൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അങ്ങനെ റിയൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാ. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിനൊപ്പം ചേർന്ന് വരുന്ന ഒരു സാധനമാണ്. ചിലപ്പം പരീക്ഷയ്ക്ക് ഇത് മാത്രം 4 മാർക്കിന് ചോദിക്കും. അങ്ങനെ വരുന്നത് നമുക്ക് ആ രീതിയിൽ ചെയ്യാം, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അവസാനം ഞാനിടുന്ന മോഡൽ ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഷെയർ ഓഫ് പ്രോഫിറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നിരിക്കുന്ന പ്രോഫിറ്റ് യഥാർത്ഥ പ്രോഫിറ്റ് അല്ല എങ്കിൽ ആ പ്രോഫിറ്റ് നമുക്ക് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ യഥാർത്ഥ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അങ്ങനെ യഥാർത്ഥ പ്രോഫിറ്റ് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ യഥാർത്ഥ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇപ്പൊ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടെ പഠിക്കേണ്ട മറ്റൊരു സാധനമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്.
അപ്പൊ എന്താണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് ചോദിച്ചാൽ, എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് എ റിയൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു റിയൽ എക്സ്റ്റൻഷൻ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് പാർട്ണർഷിപ്പിൽ ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ ആക്ച്വൽ പ്രോഫിറ്റ് ടു ബി ഷെയർഡ് അമംഗ് ദ പാർട്ണേഴ്സ്. പാർട്ണേഴ്സിന് ഡിവൈഡ് ചെയ്യേണ്ട യഥാർത്ഥ പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ പ്രിപ്പയർ ചെയ്യേണ്ട സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ. തന്നിരിക്കുന്ന പ്രോഫിറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നിരിക്കുന്ന പ്രോഫിറ്റ് യഥാർത്ഥ പ്രോഫിറ്റ് അല്ല, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. ഈ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട പിന്നുള്ള ഐറ്റംസ് ഒന്നും ഇതിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അപ്പൊ ഇതിനെ റിയൽ പ്രോഫിറ്റ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ കുറെ ഐറ്റംസ് ഇനിയും അപ്രോപ്രിയേറ്റ് ചെയ്യാനുണ്ട് എങ്കിൽ മാത്രമേ റിയൽ പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. ആ റിയൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അപ്പം എന്താണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്? ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് എ റിയൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്തിനാ ഇത് പ്രിപ്പയർ ചെയ്യുന്ന? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു അസർടൈൻ ദ ആക്ച്വൽ പ്രോഫിറ്റ് ടു ബി ഷെയർഡ് അമംഗ് ദ പാർട്ണേഴ്സ്. ആ പാർട്ണേഴ്സിന്റെ യഥാർത്ഥ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ആ പ്രോഫിറ്റ് കണ്ടുപിടിച്ചത് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെയാണ്. ഇതിന്റെ എല്ലാ ഇൻകവും ക്രെഡിറ്റ് ചെയ്യും, എല്ലാ എക്സ്പെൻസുകളും ഡെബിറ്റ് ചെയ്യും. എന്നിട്ട് അല്ലെങ്കിൽ എല്ലാ ഇൻകവും നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, എല്ലാ ലോസും നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതിന്റെ ബാലൻസ് പ്രോഫിറ്റോ ലോസോ ആണ്. ഇത് ഡിവൈഡ് ചെയ്ത് പാർട്ണേഴ്സിന് കൊടുക്കും. ആ പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ യഥാർത്ഥ പ്രോഫിറ്റ് വെച്ച് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ആ ഐറ്റംസ്, ആ ഒരു അക്കൗണ്ട് നമ്മളൊന്ന് പരിചയപ്പെട്ടു. അപ്പൊ നമുക്കിവിടെ ക്യാപിറ്റൽ അക്കൗണ്ടും വേണം, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും വേണം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ പറഞ്ഞു. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ വരുന്ന ഐറ്റംസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ആ ഫോമിൽ നിങ്ങൾ നോക്കുക, എന്താണ് ആ ഫോമിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നോക്കുക. ഇവിടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഫേമിന്റെ അക്കൗണ്ട് ആണ്. അതേസമയം ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് പാർട്ണേഴ്സിന്റെ അക്കൗണ്ട് ആണ്. രണ്ടും നിങ്ങളുടെ വ്യത്യാസം മനസ്സിലായല്ലോ. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരുന്ന ഐറ്റം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ആണ്. നേരത്തെ ഞാൻ പാർട്ണേഴ്സുമായി ബന്ധപ്പെട്ട 6 ഐറ്റംസ് പറഞ്ഞു ക്യാപിറ്റൽ അക്കൗണ്ടില്. അതേതൊക്കെയാണ്? പാർട്ണേഴ്സിന്റെ ക്യാപിറ്റല്, അതോടൊപ്പം തന്നെ പാർട്ണേഴ്സിന്റെ സാലറി, പാർട്ണേഴ്സിന്റെ കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പ്രോഫിറ്റ്, ഇതെല്ലാമാണ് അതിനകത്ത് വരുന്നത്, നമ്മളെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത്. ഇതില് ക്യാപിറ്റലും ഡ്രോയിങ്സും എന്ന് പറയുന്നത് പാർട്ണേഴ്സിന്റെ ഇൻഡിവിജ്വൽ അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ആണ്. അതൊരിക്കലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരത്തില്ലല്ലോ. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലല്ലേ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഐറ്റം ഒഴിവാക്കിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ് എത്രയാണോ ആ പ്രോഫിറ്റിൽ നിന്നാണ് അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്രെഡിറ്റ് ബാലൻസ് ആണല്ലോ. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പൊ പ്രോഫിറ്റ് നമുക്ക് തന്നിരിക്കും. അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ തന്നിരിക്കുന്ന പ്രോഫിറ്റ് ആണ് നമ്മൾ ആദ്യം എഴുതുന്നത്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ പി ആൻഡ് എൽ എന്ന് എഴുതി തന്നിരിക്കുന്ന പ്രോഫിറ്റ് നമ്മൾ അതിനകത്തേക്ക് എഴുതി. ഇനി നമുക്കറിയാം പ്രോഫിറ്റിൽ കൂടേണ്ടതെല്ലാം ക്രെഡിറ്റ് ചെയ്യണം, പ്രോഫിറ്റിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ടതെല്ലാം, കുറയ്ക്കേണ്ടതെല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇവിടെ നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരുന്ന പ്രധാനപ്പെട്ട 4 ഐറ്റംസ് ആണ്. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ആ 4 ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പാർട്ണേഴ്സിന്റെ സാലറി, മറ്റൊന്ന് പാർട്ണേഴ്സിന്റെ കമ്മീഷൻ, മറ്റൊന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, മറ്റൊന്ന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഈ 4 ഐറ്റമേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ വരുള്ളൂ. ഇവിടെ നമുക്ക് ജേണൽ എൻട്രി ഒക്കെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഈ ടെക്നിക്സ് മനസ്സിലാക്കിയിട്ട് നമുക്ക് ജേണൽ എൻട്രി ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ സംബന്ധിച്ച്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്തു നമ്മൾ, എന്നിട്ട് അതിൽ നിന്ന് കുറയ്ക്കേണ്ട ഐറ്റംസ് എല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്തു, അതിനോടൊപ്പം കൂട്ടേണ്ട ഐറ്റംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തു? കൂട്ടി. ഇവിടെ നമുക്കറിയാം പ്രോഫിറ്റ് നിന്ന് കുറയ്ക്കേണ്ട ഐറ്റം പാർട്ണേഴ്സിന് കൊടുത്ത സാലറി നമുക്ക് ചെലവാണ്, ഡെബിറ്റ് ചെയ്യണം. പാർട്ണേഴ്സിന് കൊടുത്ത കമ്മീഷൻ ചെലവാണ്, ഡെബിറ്റ് ചെയ്യണം. പാർട്ണേഴ്സിന് കൊടുത്ത ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചെലവാണ്, അതും ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഈ 3 ഐറ്റവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ് കുട്ടികളെ. എന്നാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കൂട്ടേണ്ട ഐറ്റം ഒരേ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. കാരണം അവരെടുത്തുകൊണ്ട് പോയ ഡ്രോയിങ്സിന് ഫേമിന് അങ്ങോട്ടാണ് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ്. അപ്പൊ ഫേമിന് അത് വരുമാനമാണ്. അപ്പൊ ഫേമിന്റെ വരുമാനമായ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റല് പ്രോഫിറ്റിൽ കൂട്ടി. അതോടൊപ്പം തന്നെ
പ്രോഫിറ്റിൽ കുറയേണ്ട ഐറ്റമായ പാർട്ണേഴ്സിന്റെ സാലറി, പാർട്ണേഴ്സിന്റെ കമ്മീഷൻ, അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇത് മൂന്നും കുറച്ചു. അപ്പൊ നമുക്കൊരു ഡിഫറൻസ് കിട്ടും. അതാണ് റിയൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റ്. ഇതിനെ അവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ടാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അത് നമുക്ക് ഈ രണ്ട് ഫോമിൽ നോക്കിയാൽ മനസ്സിലാവും. ക്യാപിറ്റൽ അക്കൗണ്ടും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും. ഇപ്പൊ ഞാൻ ആ ഫോം ഇട്ടേക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണാം, അതിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ടും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും. ഇതിന്റെ കണക്ക് നമുക്ക് ഇതിനകത്തേക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് വരും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നാണ്. അപ്പൊ പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് രണ്ട് മെത്തേഡുകളാണ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ഫിക്സഡ് ക്യാപിറ്റലുമാണ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പാർട്ണേഴ്സിന്റെ ക്യാപിറ്റലിന്റെ ബാലൻസ് സമയാസമയങ്ങളിൽ ചേഞ്ച് ചെയ്യും. കാരണം പാർട്ണേഴ്സിന് കിട്ടേണ്ട എല്ലാ ബെനിഫിറ്റുകളും സെയിം അക്കൗണ്ടിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ആ മെത്തേഡിനെ നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് വിളിച്ചു. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ചേഞ്ച് ചെയ്യത്തില്ല, അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് വരെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ക്യാപിറ്റൽ ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റവും ക്യാപിറ്റൽ അല്ല അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് റിമെയിൻ കോൺസ്റ്റന്റ് ആണ്. ആ മെത്തേഡിന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് നമ്മൾ വിളിച്ചു. ഇതിന്റെ ഡിഫറൻസ് നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇനി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, തന്നിരിക്കുന്ന പ്രോഫിറ്റ് യഥാർത്ഥ പ്രോഫിറ്റ് അല്ല എങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ യഥാർത്ഥ പ്രോഫിറ്റ് കാണിക്കുന്നതിന് വേണ്ടി അതിൽ നിന്ന് ഇനിയും അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ട ഐറ്റംസ് ഉണ്ട് എങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അതിനെ വിളിക്കുന്ന പേര് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നാണ്. ഇത് എന്ന് പറയുന്നത് യഥാർത്ഥ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു എക്സ്റ്റൻഷൻ ആണ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് പോലെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. എല്ലാ ഇൻകവും ക്രെഡിറ്റ് ചെയ്യണം, എല്ലാ എക്സ്പെൻസുകളും ഡെബിറ്റ് ചെയ്യണം. ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്ന ലാഭവും നഷ്ടമായിരിക്കും പാർട്ണേഴ്സിന് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കേണ്ടതാണ്. ഇതാണ് ആ സംഭവം എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. അപ്പൊ ഇവിടെ നമുക്ക് ആ ഫോം ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ആ ഫോമിൽ നോക്കി നമുക്കത് ചെയ്യാം. ഇനി അടുത്ത നമുക്ക് ഇതിന്റെ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ഇപ്പൊ നമ്മൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ ഇതാണ് നമ്മളുടെ ക്ലാസ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളിത് തുടർച്ചയായി കണ്ടാൽ മാത്രമേ നമുക്ക് ആ മൊത്തം പേപ്പർ മനസ്സിലാവത്തുള്ളൂ. ഇത് വളരെ വേഗം തീരുന്ന സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഇത് പരീക്ഷയ്ക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്നതാണ്. അവിടെ നിങ്ങൾ സഹകരിക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മളെ ഈ വീഡിയോ ഇനിയും ചെയ്യാനുള്ള എന്റെ താല്പര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ്. ഓക്കെ.